നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിനെ പല തരത്തിലുള്ള ബ്രെയിനുകളായിട്ട് വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തതാണ് റെപ്റ്റൈൽ ബ്രെയിൻ അല്ലെങ്കിൽ ഉരക മസ്തിഷ്കം എന്ന് പറയും. ആ ഒരു ബ്രെയിൻ എന്തിനു വേണ്ടിയാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു ജീവി എന്നുള്ള നിലയിൽ നമ്മളുടെ ജീവൻ നിലനിർത്തുക എന്നൊരൊറ്റ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രവർത്തന സിദ്ധാന്തമാണ് റെപ്റ്റൈൽ ബ്രെയിൻ. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് റെപ്റ്റൈൽ ബ്രെയിൻ മാത്രമേ ഉള്ളൂ. ജീവൻ നിലനിർത്തുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇതൊക്കെ തന്നെയുള്ളൂ. ജീവസന്ധാരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും റെപ്റ്റൈൽ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഭക്ഷണം കഴിക്കുന്നത്, ഉറങ്ങുന്നത്, അപകടങ്ങളോ ശത്രുക്കളോ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുക, പ്രജനനവുമായി ബന്ധപ്പെട്ട ലൈംഗികതയുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മുടെ റെപ്റ്റൈൽ ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങളാണ്. നമ്മുടെ ജൈവികമായിട്ടുള്ള ബുദ്ധിയും മനസ്സുമാണ്. ജൈവിക ബുദ്ധി, ജൈവിക മനസ്സ് എന്നതിനെ വേണമെങ്കിൽ പറയാം നമുക്ക്. രണ്ടാമത്തതാണ് നമ്മുടെ യുക്തിസഹമായ ബുദ്ധിയും യുക്തിസഹമായ മനസ്സും. നമ്മളുടെ ലോജിക്സ് വർക്ക് ചെയ്യുന്ന ബ്രെയിനാണിത്. ഒരേ ബ്രെയിനിനെ തന്നെയാണ് ഈ പറയുന്നത് കേട്ടോ, വ്യത്യസ്തമായ ബ്രെയിനൊന്നുമില്ല. ഒരു ബ്രെയിനിൻ്റെ തന്നെ വിവിധ പ്രവർത്തന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഞാനീ പറയുന്നത്. നമ്മുടെ ലോജിക്സ് വർക്ക് ചെയ്യുന്ന ഭാഗമാണ്. ഈ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ, നമ്മുടെ ജീവിതം നിലനിന്ന് പോകുവാൻ നമ്മൾക്ക് പല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമ്മുടെ മൈൻഡിൽ. അതിനൊക്കെ നമ്മുടേതായ രീതിയിലുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഒരേ ഉത്തരങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യില്ലല്ലോ. പലർക്കും അവരവരുടെ ജീവിതത്തിൻ്റെ ഹഡിൽ സോൾവ് ചെയ്യാൻ വ്യത്യസ്തമായ ഉത്തരങ്ങളായിരിക്കും വേണ്ടിവരിക. അങ്ങനെ വ്യത്യസ്തമായ ഉത്തരങ്ങൾ ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് വ്യത്യസ്തമായ ആശയങ്ങൾ നിലവിലുള്ളത്. അതിൽ ഓരോരുത്തരും ഏതെങ്കിലും അവനവന് പറ്റിയ ഒരാശയത്തെ പിൻപറ്റിയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു ബുദ്ധിമുട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു വഴിയില്ല എന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനവൻ്റെ മനസ്സ് ഒരു ആശ്വാസവാക്ക് കണ്ടെത്തും. ആ ആശ്വാസവാക്ക് ഓരോരുത്തർക്കും ഓരോ തരമായിരിക്കും. ചിലർ ഈ നിമിഷം കടന്നു പോകും എന്ന് ചിന്തിക്കും, ചിലർ ദുരിതങ്ങളില്ലാത്ത ആരാ ഉള്ളതെന്ന് ചിന്തിക്കും, ചിലർ ഇതെൻ്റെ വിധിയായിരിക്കും എന്ന് ചിന്തിക്കും. അങ്ങനെ വ്യത്യസ്തമായ ഓരോ ആശയങ്ങൾ ഓരോരുത്തർ കണ്ടെത്തും. അങ്ങനെ അവനവൻ്റെ ജീവിതത്തിലെ ഏതൊരു പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവനവൻ കണ്ടെത്തുന്ന ആ ലോജിക്ക് ഉണ്ടല്ലോ, ഒരുപക്ഷെ പ്രതികരിക്കാനുള്ള തീരുമാനം എടുക്കുമായിരിക്കും, ഒരുപക്ഷെ സഹിക്കുവാനുള്ള തീരുമാനം എടുക്കുമായിരിക്കും. എന്ത് തീരുമാനം എടുക്കുകയാണെങ്കിലും എന്തിന് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, അതിന് ലോജിക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു വീട്ടമ്മ, ആ വീട്ടമ്മ മദ്യപാനിയായ ഒരു ഭർത്താവിൻ്റെ തല്ലുകൊണ്ടിരിക്കുകയാണ് ഡെയിലി എന്ന് വിചാരിച്ചോളൂ. എന്നിട്ടും ആ ബന്ധം ഉപേക്ഷിക്കാതെ അവിടെ തുടരുകയാണ്. അതിന് ആ വീട്ടമ്മയ്ക്ക് ഒരു ലോജിക്ക് ഉണ്ടാവും. പല കാരണങ്ങളുണ്ടാവും. ഞാൻ എവിടേക്ക് പോകും എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. എൻ്റെ വീട്ടുകാരുടെ അടുത്തേക്കാണോ ഞാൻ തിരിച്ചു പോവുക, അവരിതിനേക്കാൾ പരമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ട് മാറി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരുടെ മുഴുവനും ഉപദ്രവങ്ങൾ ഞാൻ സഹിക്കേണ്ടി വരില്ലേന്ന് ചിന്തിക്കുന്നുണ്ടാവും. എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥമായി പോയില്ലേ, അവർ വളർന്നു വലുതായ ചോദിക്കില്ലേ നിങ്ങൾ എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. പല ലോജിക്സും ഉണ്ട്. ആ ഒരു ബന്ധം സഹിച്ചുകൊണ്ട് തന്നെ തുടരുവാൻ പല ലോജിക്സും ഉണ്ട്. ഇനി ഇങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരു ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചു ഒരാളെന്ന് വിചാരിച്ചോളൂ, ഒരു വീട്ടമ്മ. ആ ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ ആ ബന്ധം വേർപെടുത്താൻ തീരുമാനിച്ച വ്യക്തിക്ക് അതിനും കുറേ ലോജിക്സ് ഉണ്ടാവും. ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും പിന്നിൽ രണ്ടോ അതിലധികമോ ചോയ്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതിലേത് ചോയ്സ് എടുത്താലും ആ വ്യക്തിക്ക് അതിന് എന്തുകൊണ്ട് ആ ചോയ്സ് എടുത്തു എന്നുള്ളതിന് കുറച്ച് ലോജിക്സ് പ്രവർത്തിക്കും. ഈ ലോജിക്കുകൾ വർക്ക് ചെയ്യുന്ന ഭാഗമാണ് ലോജിക്കൽ ബ്രെയിൻ. യുക്തിസഹ മനസ്സ്, യുക്തിസഹ ബുദ്ധി എന്നാണ് ഇതിനെ പറയുക. നിങ്ങളുടെ മനസ്സ് യുക്തിപൂർവം ദീർഘവീക്ഷണത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുന്നു, ദീർഘവീക്ഷണത്തോടുകൂടെ ചിന്തിക്കുന്നു, ദീർഘവീക്ഷണത്തോടുകൂടെ തീരുമാനങ്ങൾ എടുക്കുന്നു, ദീർഘവീക്ഷണത്തോടുകൂടെ ഓരോ നടപടികൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ദീർഘവീക്ഷണത്തോടുകൂടെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു, ദീർഘവീക്ഷണത്തോടുകൂടെ ആഗ്രഹങ്ങളെ വേണ്ടാന്ന് വയ്ക്കുന്നു. എന്തായാലും ശരി, അതിലൊരു ദീർഘവീക്ഷണമുണ്ട്. അതിനെ റീസണിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ന കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ഉത്തരം നൽകാനുണ്ട് നിങ്ങളുടെ മനസ്സ്. അങ്ങനെയെങ്കിൽ അതിനെയാണ് നമ്മൾ യുക്തിസഹമായ മനസ്സ് അല്ലെങ്കിൽ യുക്തിസഹമായ ബുദ്ധി എന്ന് പറയുക. ഒരു വ്യക്തി ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വ്യക്തി അതിൽ ഏർപ്പെടുന്നു എന്നുള്ളതിന് യുക്തി ഉണ്ടാവും. ഒരു വ്യക്തി സമൂഹവുമായിട്ട് ഒരു ബന്ധമില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഒരു കാര്യങ്ങളിലും പോയി ഇടപെടുന്നില്ല, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നെങ്കിൽ അതിന് അയാൾക്കൊരു യുക്തിയുണ്ട്. ഒരാൾ ഈശ്വരവിശ്വാസിയാകുന്നെങ്കിൽ അതിന് അയാൾക്കൊരു യുക്തിയുണ്ട്. ഒരാൾ നിരീശ്വരവാദിയാകുന്നെങ്കിൽ അതിനും അയാൾക്കൊരു യുക്തിയുണ്ട്. യുക്തിയില്ലാത്ത ആരുമില്ല. എല്ലാവർക്കും അവർ അങ്ങനെ ആയിരിക്കുന്നതിന് ഒരു യുക്തി പറയാനുണ്ടാവും. മദ്യപാനിയായി നശിച്ചു പോകാൻ തീരുമാനിച്ച ഒരാൾക്ക് പോലും അതിനൊരു യുക്തി ഉണ്ടാവും. അപ്പോൾ ഈ യുക്തിയുടെ മനസ്സ് നമ്മളെ എല്ലാവരെയും അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ യുക്തി നമ്മൾ നല്ല അറിവ് നല്ലപോലെ ശേഖരിച്ചു കഴിഞ്ഞാൽ
നമ്മളുടെ യുക്തി നല്ലപോലെ വർക്ക് ചെയ്യും. യുക്തി മനസ്സിനെ ട്രീറ്റ് ചെയ്യാൻ ഉള്ള വഴിയാണ് നല്ല അറിവുകൾ ശേഖരിക്കുക, വ്യത്യസ്തമായ ഡയമെൻഷനുള്ള അറിവുകൾ ശേഖരിക്കുക. നമ്മൾ വിചാരിക്കുന്ന ചില ആശയങ്ങളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആശയങ്ങൾ പോലും നമ്മൾ പഠിക്കുക, വ്യത്യസ്തമായ ആശയങ്ങൾ പഠിക്കുക. അങ്ങനെ ലോകത്തിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ, ജീവിതങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുകൾ, ഈ ലോകത്തിൽ മനുഷ്യർ ഏതൊക്കെ ടൈപ്പാണ്, എങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചിട്ടുള്ള അറിവുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മളുടെ യുക്തി മനസ്സ് അല്ലെങ്കിൽ യുക്തി വിവേകം നല്ലപോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. മറ്റൊന്നാണ് നമ്മുടെ വൈകാരിക ബ്രെയിൻ അല്ലെങ്കിൽ വൈകാരിക മനസ്സ്, വൈകാരിക ബുദ്ധി എന്നൊക്കെ പറയാം ഇതിനെ. അത് നമ്മുടെ ഇമോഷനെ ഡീൽ ചെയ്യുന്നതാണ്. നമ്മളുടെ ഉള്ളിൽ ഓരോ ഇമോഷൻ ഉണ്ടാകുന്നു. ആ ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ജീവിക്കുന്നു. ആ ഇമോഷൻ്റെ കാര്യത്തിൽ മനസ്സ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഇമോഷൻ്റെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഇമോഷൻ്റെ കാര്യത്തിൽ ബുദ്ധി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇമോഷൻസിൻ്റെ മേലെ കുറേയൊക്കെ കൺട്രോൾ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു ജനക്കൂട്ടത്തിൽ വെച്ച് നമുക്ക് അത്ര ഇഷ്ടമല്ലാത്ത ഒരു പരിപാടി അവിടെ നടക്കുന്നു. ചില ആളുകൾ അതിനോട് പോയി പ്രതികരിക്കും. കാരണം ആ ആൾക്ക് അത് കണ്ടപ്പോൾ ഇമോഷണലി ഹർട്ടായി. അപ്പോൾ ആ വ്യക്തി ആ ഇമോഷൻ അവിടെ കറക്റ്റായിട്ട് അങ്ങോട്ട് പ്രകടിപ്പിക്കും. ഇത് ശരിയായില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ പോകും. ചില ആളുകൾ ആ സംഭവം കാണുന്ന സമയത്ത് ആ വ്യക്തിക്കും ഇമോഷൻ ഉണ്ടാവും, ദേഷ്യം വരുന്നുണ്ടാവും ചിലപ്പോൾ. പക്ഷെ ആ വ്യക്തിയുടെ ഇമോഷനെ ആ വ്യക്തി ബുദ്ധി ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യും. ഞാനിപ്പോൾ ഇവിടെ ഇടപെട്ടാൽ ശരിയാവില്ല, ഇതെനിക്ക് മറ്റു പല രീതിയിലും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് ആ ഇമോഷൻ്റെ മേലെ ഒരു കോൺഷ്യസ് എഫർട്ട് ഇട്ടിട്ട് ആ ഇമോഷനെ അവിടെ കൺട്രോൾ ചെയ്യും. ബുദ്ധിപൂർവ്വം ഇമോഷൻസിനെ പ്രകടിപ്പിക്കും. ചിലർ ബുദ്ധിയില്ലാതെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കും. ഇങ്ങനെ ഇമോഷൻസ് നമ്മളിൽ നിന്ന് പുറത്തു ചാടുമല്ലോ, വാക്കായിട്ടും പ്രവൃത്തിയായിട്ടൊക്കെ ഇമോഷൻസ് പുറത്തു ചാടുമല്ലോ. ഈ ഇമോഷൻസ് പുറത്തു ചാടുന്നതിൻ്റെ മേലെ മനസ്സും ബുദ്ധിയും ഉപയോഗിക്കുക. മനസ്സുപയോഗിച്ചാൽ കൺട്രോൾ കുറവായിരിക്കും, ബുദ്ധി ഉപയോഗിച്ചാൽ കൺട്രോൾ കൂടുതലായിരിക്കും. ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇതിൽ ഇമോഷൻ്റെ കാര്യത്തിൽ ബുദ്ധി നല്ല ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് ഇമോഷണൽ കോഷ്യൻ്റ് കൂടുതലാണ് എന്നാണ്. മറ്റൊന്നാണ് ആ വ്യക്തിയുടെ ആത്മമനസ്സ്, ആത്മബുദ്ധി എന്നൊക്കെ പറയും. അങ്ങനെ ഒരു വാക്ക് അതിന് ഉപയോഗിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ബോധം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇൻറ്റ്യൂഷൻ ഉപയോഗിക്കുക, ബോധം ഉപയോഗിക്കുക, ബോധപൂർവം പെരുമാറുക എന്നുള്ളതൊക്കെയാണ്. തന്നിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ബോധമുള്ള വ്യക്തി. ഞാൻ സംസാരിക്കുന്ന വാക്കുകളെക്കുറിച്ച് 100% ബോധമുള്ള എത്ര പേരുണ്ട്? ചിന്തിച്ചു നോക്കിയേ. ഞാൻ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തന്നെ അറിയാമോ? ഞാൻ പറയുന്ന വാക്കുകളുടെ വിദൂര ഫലങ്ങൾ എന്താണ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് തന്നെ അറിയാമോ? അങ്ങനെ നമ്മുടെ വാക്കുകളുടെ മേലെ നല്ല ബോധമുണ്ടായിരിക്കുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ മേലെ നല്ല ബോധമുണ്ടായിരിക്കുക. ഞാനിപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുകയാണ്, എൻ്റെ ഈ പ്രവൃത്തി എനിക്ക് ഏത് രീതിയിൽ ഭാവിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധമുണ്ടോ? ഇങ്ങനെ ബോധപൂർവം അവെയർനെസ്സോടുകൂടെ നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ചിന്തിക്കുകയാണെങ്കിലും ഞാനിപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് വല്ല ചിന്തയുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവബോധം ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ ആത്മമനസ്സെന്നോ ആത്മബുദ്ധി എന്നൊക്കെ വിളിക്കാം. അവബോധത്തോടു കൂടെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലാണ് നമ്മുടെ ഈ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഈ റെപ്റ്റൈൽ ബ്രെയിൻ എന്ന് പറയുന്നത് വലിയൊരു ചതിയനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിന് ഒരു ജീവിയായി നിലനിർത്താൻ മാത്രമേ ഉദ്ദേശമുള്ളൂ. നമ്മളെന്ന ജീവിയെ ഇവിടെ ജീവനോടെ നിലനിർത്തുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ആ ഒരു മനസ്സിനുള്ളൂ. നമ്മളെ പ്രോഗ്രസീവായിട്ട് കൊണ്ടുപോകാനോ, നമ്മളിൽ മൂല്യങ്ങൾ വളർത്തുവാനോ, നമ്മൾ സന്തോഷം അനുഭവിക്കണമെന്നോ, സമാധാനം അനുഭവിക്കണമെന്നോ, കരുണ കാണിക്കണമെന്നോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഈ റെപ്റ്റൈൽ ബ്രെയിനിൽ ഇല്ല. എന്നാൽ വലിയ രസം എന്താണെന്നറിയോ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ പറഞ്ഞ എല്ലാ മനസ്സുകളും ഡോമിനേഷൻ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ അടക്കി ഭരിക്കുന്ന മനസ്സ് ഏത് മനസ്സാണ് എന്നുള്ളത് എപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. റെപ്റ്റൈൽ ബ്രെയിൻ നമ്മളെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇമോഷണൽ ബ്രെയിൻ നമ്മളെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഈ റാഷണൽ ബ്രെയിൻ നമ്മളെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആൻഡ് അവെയർനെസ്, നമ്മളുടെ അവെയർനെസ് അത് നമ്മളെ അടക്കി ഭരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഒരു ട്രെയിനിങ്ങും ആവശ്യമില്ലാത്ത ഒരു സാധനം റെപ്റ്റൈൽ ബ്രെയിനാണ്. അതിന് ട്രെയിനിങ് ആവശ്യമില്ല. കാരണം അത് കംപ്ലീറ്റ്ലി ജെനറ്റിക്സിനോടാണ് നീതി പുലർത്തുന്നത്. നമ്മുടെ ജെനറ്റിക്സ് എന്ത് പറയുന്നോ അതനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുക. നമ്മളുടെ ഉള്ളിൽ അത് ഇൻബിൽട്ടായിട്ടുള്ളതാണ്. നമ്മളുടെ സഹജാവബോധം എന്ന് പറയാം. നമ്മൾക്ക് ജന്മനാ ഉള്ള സാധനം, വാസന എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജന്മവാസന എന്നൊക്കെ പറയില്ലേ, ഈ ജന്മവാസനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാനാണ് അത് ശ്രമിക്കുക. അത് പേരുദോഷത്തെക്കുറിച്ച് ചിന്തിക്കില്ല, നന്മതിന്മകളെക്കുറിച്ച് ചിന്തിക്കില്ല, ധർമാധർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കില്ല, ശരിതെറ്റുകളെക്കുറിച്ച് ചിന്തിക്കില്ല. അതിനൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, നമ്മളെ ജീവനോടെ നിലനിർത്തുക. അതിനെന്തും ചെയ്യും. അങ്ങനെയാണ് ആ ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ബ്രെയിൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, ഒരു സാമൂഹികൻ എന്നുള്ള രീതിയിൽ നമ്മളെ നിലനിർത്തുവാൻ പര്യാപ്തമല്ല. ആ ബ്രെയിനിന് അതൊന്നും അറിയില്ല. നമ്മളെ ജീവനോടെ നിലനിർത്താൻ മാത്രമാണ് അതവിടെ പരിശ്രമിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് നമ്മളെ എല്ലാവരെയും കൂടെ ചേർത്തിട്ട്
ഒരു ശ്വാസം കിട്ടാത്ത ഒരറയുടെ ഉള്ളിൽ പിടിച്ച് ബന്ധിച്ചു എന്നിരിക്കട്ടെ. ആ സമയത്ത് ഓരോ വ്യക്തിക്കും എനിക്ക് ശ്വാസം വേണം എന്ന ചിന്തയാണ് വരിക. അപ്പോൾ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അനിൽകുമാർ എന്ന എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എൻ്റെ അടുത്ത് നിൽക്കുന്ന എന്നെ ഏറ്റവും ഇഷ്ടമുള്ള മറ്റൊരാൾക്കും ശ്വാസം കിട്ടുന്നില്ല. എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കുക, എനിക്ക് ഈ അനിൽകുമാർ എന്ന വ്യക്തിക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ എന്നുള്ളത് മറ്റേ ചിന്തിക്കാൻ സാധ്യതയില്ല. ഒരു ചെറിയ ദ്വാരത്തിലൂടെ ഇത്തിരി ശ്വാസമെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ ശ്വാസം എനിക്ക് വേണമെന്നാണ് ആ റൂമിലുള്ള എല്ലാവരും ചിന്തിക്കുക. ഓരോ വ്യക്തിയും അവനവൻ്റെ ശ്വാസത്തിന് വേണ്ടി മത്സരിക്കുകയും ആ മത്സരത്തിൽ മരിച്ചു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ വാഗൺ ട്രാജഡിയൊക്കെ നടന്നത് അങ്ങനെയാണല്ലോ. റെപ്റ്റൈൽ ബ്രെയിനാണ് ആ സമയത്ത് പ്രവർത്തിക്കുക. കാരണം ഒരു ജീവി ജീവനോടെ നിലനിർത്തുവാൻ, ആ ജീവിയുടെ ജീവൻ അവിടെ നിലനിർത്തുവാൻ വേണ്ടി മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ആ കൂട്ടത്തിൽ ഈ ലോജിക്കൽ മൈൻഡോ അല്ലെങ്കിൽ ഇമോഷണൽ മൈൻഡോ ഏതെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ അവബോധജന്യമായ മനസ്സോ മറ്റോ ഡോമിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോയിക്കോട്ടെ, ആ പുള്ളി ശ്വസിച്ചോട്ടെ എന്ന് ചിന്തിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. പക്ഷെ സ്വാഭാവികമായിട്ടും കൂടുതലും അതല്ല സംഭവിക്കുക. എനിക്ക് ശ്വാസം വേണമെന്നാണ് ചിന്തിക്കുക. ഇതാണ് ഈ റെപ്റ്റൈൽ ബ്രെയിൻ. റെപ്റ്റൈൽ ബ്രെയിൻ എപ്പോഴും അവനവനെ നിലനിർത്താൻ വേണ്ടി മാത്രമേ ശ്രമിക്കുള്ളൂ. അതിന് അവനവനോട് മാത്രമാണ് സ്നേഹമുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ റെപ്റ്റൈൽ ബ്രെയിൻ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ റെപ്റ്റൈൽ ബ്രെയിൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ജീവിയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിനോടൊന്നും ഒരു കൂസലും ഉണ്ടാവില്ല. നമ്മളൊരു നല്ല സാമൂഹികനായിരിക്കില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് നമ്മളെ കൊണ്ട്. എന്നാൽ നമ്മുടെ ഇമോഷണൽ ബ്രെയിനും ഇൻ്റലക്ച്വൽ ബ്രെയിനൊക്കെ കുറച്ച് നല്ലപോലെ ബൂസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കും നല്ല ഉപയോഗമുണ്ടാവും. എന്നാൽ നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ മാത്രമായിട്ട് ബൂസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോകും. നമ്മുടെ ഇൻ്റലക്ച്വൽ ബ്രെയിന് മാത്രം ഡോമിനേറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാലും കുഴപ്പങ്ങളുണ്ടാവും. നമ്മുടെ ഇമോഷണൽ ബ്രെയിനും ഇൻ്റലക്ച്വൽ ബ്രെയിനും ഒരുപോലെ ബൂസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ റെപ്റ്റൈൽ ബ്രെയിനിനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് പതുക്കെ നമ്മുടെ അവബോധജന്യമായ മനസ്സിലേക്ക് ഉയരുവാനും പറ്റും. ഇതിനെല്ലാം കൂടെയുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ മെഡിറ്റേഷനാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. നമ്മളെന്നും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകൾ ചെയ്യുകയാണെങ്കിൽ, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനോ മൈൻഡ്ഫുൾനെസ് ആക്ട്സോ ചെയ്യുകയാണെങ്കിൽ ബോധപൂർവം പ്രവർത്തിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ബോധപൂർവമാണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് രണ്ട് രീതിയിൽ പ്രവൃത്തികൾ ചെയ്യാം. ഇപ്പോൾ ഒരാളോട് സംസാരിക്കുന്നത്, ഞാനിപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോലും നല്ല ബോധമൊന്നുമില്ലാതെ ഇങ്ങനെ വായ തോന്നിയത് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധത്തോടു കൂടെ എനിക്ക് വേണമെങ്കിൽ പറയാം. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് പറയണം എന്നുള്ളത് നല്ല ബോധത്തോടു കൂടെ നമുക്ക് പറയാൻ പറ്റും. നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊന്ന് മുറ്റടിച്ചു വരികയാണെങ്കിൽ പോലും ആ പ്രവൃത്തി പൂർണ്ണമായ ബോധത്തോടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ അലക്ഷ്യമായിട്ട് ഒരു ശ്രദ്ധയില്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റും. പാചകം ചെയ്യുവാണെങ്കിലും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുവാണെങ്കിലും ഒക്കെ നമുക്കത് പൂർണ്ണ ശ്രദ്ധയോടെയും പൂർണ്ണ അവബോധത്തോടു കൂടെയും ചെയ്യാനും പറ്റും. നമുക്കത് ഒട്ടും ശ്രദ്ധയില്ലാതെ ചെയ്യാനും പറ്റും. എന്നാൽ നിങ്ങൾ ശ്രദ്ധയില്ലാതെ ബോധപൂർവമല്ലാതെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങളുടെ റെപ്റ്റൈൽ ബ്രെയിനിനെ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണത്. നിങ്ങൾ ബോധമില്ലാതെ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങളതിൽ ശ്രദ്ധയില്ലാതെ, നിങ്ങളത് ആസ്വദിക്കാതെ, ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ഭക്ഷണം എന്നാൽ എന്താണ്, ഭക്ഷണം എങ്ങനെയാണ് എൻ്റെ മുന്നിൽ എത്തിയത്, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ഇങ്ങനെയുള്ള ബോധങ്ങളൊന്നും ഇല്ലാതെ കൈ കിട്ടി കഴിച്ചു, ഈ രീതിയിലാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റെപ്റ്റൈൽ ബ്രെയിനാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്നത് കേവലം ഒരു ജീവിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ബോധപൂർവം ചെയ്യുന്നതും അബോധത്തിൽ ചെയ്യുന്നതും, അത്ര അവയർനെസ് ഇല്ലാതെ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നിങ്ങൾ അവയർനെസ് ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റെപ്റ്റൈൽ ബ്രെയിൻ ഹൈലി ട്രെയിൻഡ് ആവുകയും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും നിങ്ങൾക്ക് അവബോധമില്ലാതെയാവുകയും കൺട്രോൾ ഇല്ലാതെയാവുകയും നിങ്ങളുടെ ജീവിതം ആരോ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു വണ്ടി പോലെ ആവുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ നിത്യം ചെയ്യുന്ന പല കാര്യങ്ങളിലും, ഭക്ഷണം കഴിക്കുന്നതിൽ, കുളിക്കുന്നതിൽ, പല്ല് തേക്കുന്നതിൽ, നടക്കുന്നതിൽ, വെള്ളം കുടിക്കുന്നതിൽ, വസ്ത്രം ധരിക്കുന്നതിൽ, സൗന്ദര്യം പരിചരിക്കുന്നതിൽ, ആരോഗ്യം പരിചരിക്കുന്നതിലൊക്കെ പൂർണ്ണ ശ്രദ്ധയർപ്പിച്ചുകൊണ്ട്, മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ പതുക്കെ നിങ്ങളുടെ റെപ്റ്റൈൽ ബ്രെയിനിൻ്റെ ഡോമിനേഷൻ താഴേക്ക് പോയി നിങ്ങളുടെ ഇമോഷണൽ ബ്രെയിനും ഇൻ്റലക്ച്വൽ ബ്രെയിനും എൻ്റെ അവയർനെസ്സിൻ്റെ ബ്രെയിനും മേലേക്ക് ഡോമിനേറ്റ് ചെയ്ത് വരും. ഈ ത്രികോണ മസ്തിഷ്കം,
ഇൻ്റലക്ച്വൽ, ഇമോഷണൽ ആൻഡ് അവെയർനെസ്. ഈ ത്രികോണ മസ്തിഷ്കം ഡോമിനേറ്റ് ചെയ്ത് വന്ന് റെപ്റ്റൈൽ ബ്രെയിൻ അല്ലെങ്കിൽ റെപ്റ്റൈൽ മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു പോർഷനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നിയന്ത്രണത്തിലായി. അല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജെനറ്റിക്സിൻ്റെ നിയന്ത്രണത്തിലാണ്. അതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ള പോയിന്റ്. ഈ ജെനറ്റിക്സിൻ്റെ നിയന്ത്രണത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ജെനറ്റിക്സ് എന്ന് മനസ്സിലാക്കണ്ടേ? ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേറുന്ന മെമ്മറികളാണ്, അബോധ മെമ്മറികൾ. നമ്മളെന്ന വ്യക്തി പൂർണ്ണമായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, പൂർണ്ണമായിട്ടും സ്വതന്ത്രമായ ഒരു എൻറ്റിറ്റി അല്ല നമ്മൾ നമ്മളുടെ ലക്ഷക്കണക്കിന് വർഷം പിന്നിലുള്ള പൂർവികരുടെ മെമ്മറികളെ പേറുന്ന ജീവികളാണ്. അവരുടെയൊക്കെ മെമ്മറികൾ നമ്മൾ അബോധത്തിൽ പേറുന്നുണ്ട്. ബോധപൂർവം അല്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആ ജെനറ്റിക്സിലുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പൂർവികരുടെ അനവധി തലമുറകളിൽ കിടക്കുന്ന പൂർവികരുടെ ബീജത്തിൽ നിന്നും അണ്ടത്തിൽ നിന്നുമാണ് നമ്മളിങ്ങനെ ഉണ്ടായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാത്ത ഒരു നിയന്ത്രിതാവ് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ജെനറ്റിക്സ്. ഈ ജെനറ്റിക്സിനെ ഹൈജാക്ക് ചെയ്യുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ജെനറ്റിക്സ് ആണ് നിങ്ങളെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയെന്ന് വെച്ചാൽ, നിങ്ങളുടെ പോലും നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജെനറ്റിക്സിൻ്റെ കൺട്രോളിലാണെന്നാണ് അർത്ഥം. എങ്ങനെയാണ് ജെനറ്റിക്സിൻ്റെ കൺട്രോളിൽ നിന്ന് നിങ്ങൾക്ക് സാവധാനത്തിൽ രക്ഷപ്പെടാൻ പറ്റുക? നിങ്ങൾ ഓരോ കാര്യങ്ങളെയും ബോധപൂർവം ചെയ്യാൻ പരിശീലിക്കുക എന്നുള്ളതാണ്. ചെയ്യുന്ന കാര്യങ്ങളെയെല്ലാം മനസ്സുൾപ്പെടുത്തി, ബുദ്ധി ഉൾപ്പെടുത്തി, ബോധം, അവെയർനെസ് ഉൾപ്പെടുത്തി ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ നിങ്ങളുടെ റെപ്റ്റൈൽ ബ്രെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജെനറ്റിക്സ് പിന്നിലേക്ക് തള്ളപ്പെടും. അന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണ് നിങ്ങളുടെ കൈകളിലേക്ക് വരും. അതുകൊണ്ടൊരു വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിൽ സ്വന്തം കടിഞ്ഞാണ് കയ്യിലെടുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ വ്യക്തി വലിയ തലകുത്തി മറിഞ്ഞിട്ടുള്ള അഭ്യാസങ്ങളൊന്നും ചെയ്യണ്ട. നിങ്ങൾ സ്ഥിരം ചെയ്യുന്ന പല പ്രവൃത്തികളും ബോധപൂർവം ചെയ്യാൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അതാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ തന്ത്രം. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ അതാണ്. അവബോധത്തോടെ ഞാനിത് ചെയ്യുകയാണെന്ന പൂർണ്ണ ബോധത്തോടെ അത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക. ഇത് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജെനറ്റിക്സിൻ്റെ മേലെ നിങ്ങളുടെ ബുദ്ധിയും മനസ്സും ഹൈജാക്ക് ചെയ്യും. അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിലേക്ക് വരും. ഇതാണ് അതിൻ്റെ തന്ത്രം. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയോ? നമുക്ക് വീണ്ടും കാണാം. ബൈ.